സീറോ മലബാർ സഭയുടെ പുതിയ വലിയ ഇടയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവേ, കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവേ, ക്ലീമിസ് പിതാവേ, മറ്റ് സ്നേഹമുള്ള എത്രയും അഭിവന്യരായ പുരോഹിതന്മാരെ, മഹാപുരോഹിതന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഇപ്പം. ഇന്നത്തെ വൈകുന്നേരത്തെ പേപ്പറിലൊക്കെ വന്നത്, ഇതെന്താത്, നമ്മുടെ തട്ടിൽപിതാവ്, നമ്മുടെ തട്ടിപ്പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്നാണ് ഒരു ക്യാപ്ഷൻ ഞാൻ കണ്ടത്. അത്ഭുതമാണ്, അതോടൊപ്പം നമ്മുടെയൊക്കെ പ്രതീക്ഷയാണ്. ദൈവത്തിൻ്റെ കരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവ് കൂടെയായിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തിനെ എടുക്കാം. കാരണം പ്രതീക്ഷകൾ പലപ്പോഴും പലതാണ്. മനുഷ്യരുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രതീക്ഷയും ദൈവത്തിൻ്റെ പ്ലാനും എങ്ങനെ നടപ്പിലാകുന്നു എന്നുള്ളതിന് ഒരു തെളിവായിട്ട് മാത്രമേ എനിക്ക് ഇതിനെ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അതോടൊപ്പം പ്രത്യേകിച്ചും സിനഡിന് ഒരു വാക്ക് നന്ദിയുണ്ട്. കാരണം ഇതുപോലെ ഒരു പദവി തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പിതാവിന് നൽകിയതിന് പ്രത്യേകം സീറോ മലബാർ സിനഡിനുള്ള പ്രത്യേകം നന്ദി ഈ സമയത്ത് ഞാൻ അർപ്പിക്കാൻ. നമുക്കറിയാം, തൃശ്ശൂർ കാലിയൻ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പന്ത് തട്ടി നടന്ന കാലം മുതൽ നമ്മുടെ അപ്രയം തിരുമേനിയായിട്ടുള്ള ബന്ധവും അപ്രയം തിരുമേനി പ്രത്യേകം ഈ സമയത്ത് അഭിനന്ദനങ്ങൾ അർപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അവിടെ നിന്ന് തട്ടിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോ തട്ടുകളാണ്. അതായത് എനിക്ക് തോന്നുന്നു ദൈവമാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ഇങ്ങനെ തട്ടി 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 ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു തട്ടുകൂടെ തന്നു. ആ തട്ടിൽ ഇപ്പോൾ ഏറ്റവും മുകളിലെത്തി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ട്, ദൈവത്തിൻ്റെ ഒരു വരദാനമായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നീ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകിച്ചും ഇൻ്റർ ചർച്ച് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ, ഇൻ്റർ ചർച്ച് കൗൺസിൽ എന്ന് പറയുമ്പോൾ അത് ആലഞ്ചേരി പിതാവാണ് അതിൻ്റെ പ്രസിഡൻറ്റ്, ഞാനാണ് അതിൻ്റെ സെക്രട്ടറി. അതുപോലെ തന്നെ അപ്പോസ്തോലിക പാരമ്പര്യമുള്ള എല്ലാ സഭകളുടെയും ബിഷപ്പുമാരാണ് അതിൻ്റെ അകത്ത് മെമ്പേഴ്സായിട്ടുള്ളത്. ആ കൗൺസിലിൻ്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കട്ടെ. അതോടൊപ്പം അസീറിയൻ സഭയുടെ പാത്രിയർക്കീസിൻ്റെ പേരിലും സിനഡിൻ്റെ പേരിലും, ഇവിടെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മെത്രാപ്പോലിത്തയുടെ പേരിലും, പാട്രിയാർക്കൽ ഡെലിഗേറ്റിൻ്റെ പേരിലും, അതുപോലെ മറ്റ് ബിഷപ്പുമാരുടെ പേരിലും സഭ ഒന്നടങ്കം ഈ സമയത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കാനും കൂടെ ഈ സമയത്ത് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും മംഗളങ്ങളും നേരുന്നു. തുടർന്നും സമാധാനത്തിൻ്റെ പാതയിൽ, സന്തോഷത്തിൻ്റെ പാതയിൽ, ചിരിക്കുന്ന മുഖത്തോടു കൂടെ തന്നെ ഇനിയും ഈ സഭയെ മുന്നോട്ട് നയിക്കാനായിട്ട് എല്ലാ കരുത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും അഭിവന്യ ജോർജ് ആലഞ്ചേരി പിതാവിന് ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കുറേ കാലം നമുക്ക് ഒരുമിച്ച് പറ്റി. ആ പറ്റിയതിനുള്ള സന്തോഷവും അതുപോലെ തന്നെ നന്ദിയും ഈ സമയത്ത് അർപ്പിക്കുന്നു. ഇനിയും എനിക്കറിയില്ല നമ്മൾ ഒരുമിച്ച് ഈ രീതിയിൽ തന്നെ ഇൻ്റർ ചർച്ച് കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് എന്ന രീതിയിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ബട്ട് എന്ത് തന്നെയായാലും ശരി, തുടർന്നും ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ. തിരുമേനിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നന്ദിയും അനുഗ്രഹങ്ങളും കൂടെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.